വേമ്പനാട്ട് കായലിന് മുകളിലൂടെയുള്ള ഏറ്റവും വലിയ പാലമായ പെരുമ്പളം പാലം ഉടൻ നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. വർഷങ്ങളായുള്ള പെരുമ്പളം ഗ്രാമവാസികളുടെ സ്വപ്നങ്ങളാണ് ഇതോടെ പൂവണിയുന്നത്. ഈ പാലം വരുന്നതിന് മുൻപ് ഈ ഗ്രാമത്തിൽ ജീവിച്ച ജനങ്ങൾക്കുമുണ്ട് ഒട്ടനവധി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏറെ കഷ്ടപ്പെട്ടാണ് ഈ ഗ്രാമത്തിൽ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഈ പാലം വന്നതോടുകൂടി പൊതുവെ ഈ ഗ്രാമത്തിൻ്റെ ഒരു വികസനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ യുവാക്കൾക്കും യുവതികൾക്കും വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ചെറുപ്പക്കാരടുത്ത് തന്നെ ചോദിക്കാം. എന്താണ് ഈ യുവതികൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം? വിവാഹം ഒരു പ്രശ്നമായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. നേരത്തെ വിവാഹം വളരെയധികം പ്രശ്നമായിരുന്നു. കാരണം പെരുമ്പളം പോലുള്ള ഗ്രാമത്തിലേക്ക് ചുറ്റിനും വെള്ളത്തെ ചുറ്റപ്പെടുന്ന ദ്വീപ് ആണ് പെരുമ്പളത്തിലേക്ക് നമ്മൾ ആലോചനയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് കൂടുതലും പെൺമക്കളെ അയക്കാനായിട്ട് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ചെറുപ്പക്കാരുടെയും പ്രണയമൊക്കെ നശിച്ചു പോയിരിക്കുന്നതും പല ആലോചനകളൊക്കെ മുടങ്ങിപ്പോയതും ഈ ദ്വീപായതുകൊണ്ടാണ്. അപ്പോൾ കൂടുതലും യുവാക്കൾക്ക് ഈ പാലം വരുന്നതോടുകൂടി അവരുടെ പ്രണയം സാഫല്യീകരിക്കാനും ഇനിയിപ്പോഴേ ഈ പാലം കണ്ടിട്ട് കല്യാണം കഴിക്കാൻ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എന്തായാലും ഇനിയിപ്പോൾ പാലം വന്നതിന് ശേഷം അവരവരുടെ പ്രണയിക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിലും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി ആലോചിക്കാനിരിക്കുന്ന ഒത്തിരിയധികം ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഈ പാലം അവരുടെയൊക്കെ വളരെയധികം സന്തോഷം യുവാക്കളുടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സാമുകളാണ്. PSC എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം, ഇതൊക്കെ ഒരുപാട് എക്സാമുകൾ നഷ്ടപ്പെട്ട യുവാക്കളാണ് ഞങ്ങളെല്ലാവരും. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വൈകിപ്പോയതിൻ്റെ പേരിൽ ജങ്കാറും ബോട്ടും കിട്ടാതെ ഈ നാട്ടിൽ പെട്ടുപോയി PSC പരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കൊന്നും സമയത്തെത്താതെ ഒരവസ്ഥയായിരുന്നു. ഒരു സമയത്തൊക്കെ നമ്മൾ ഈ നാട്ടിൽ ജനിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിൽ വേദന കൊണ്ടിട്ടുണ്ടാവില്ല. ശരിക്കും ഈ നാട്ടിൽ പല സന്ദർഭങ്ങളിലും കൊച്ചു എക്സാമുകൾ നഷ്ടപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം വേദന അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ. കാരണം ഈ വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഞങ്ങൾക്ക് നഷ്ടമാവില്ലായിരുന്നു. PSC പരീക്ഷകളാണെങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റി എക്സാമുകളാണെങ്കിലും ശരി, പല ഇൻ്റർവ്യൂകളാണെങ്കിലും ശരി, ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പാലം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെരുമ്പളം നല്ല സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം മാറ്റി ഈ ഒരു LDF സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെയൊക്കെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പാലം വന്നത്. യുവാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കല്യാണം കഴിക്കാൻ ധൈര്യമായിട്ട് ഇതാണ് കാര്യം. ഈ ഗ്രാമത്തിലുള്ള ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അവരിഷ്ടപ്പെടുന്ന ഓരോ മുഹൂർത്തങ്ങളാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഈ പാലം വന്നതുകൊണ്ട് ഒട്ടനവധി കാര്യം. ഇപ്പോൾ പ്രായമായവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ സാധിക്കുന്നു. ഇപ്പോൾ യുവാക്കൾക്ക് സ്കൂളിലും കോളേജിലും പോകാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണികളായവർക്ക് പെട്ടെന്നൊന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ അതിനൊരു സംവിധാനം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന കൂടിയാണ് ഇവരുടെ വാക്കുകൾ. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ.